കലേ ആ പാട്ടുകാർ പെമ്പിളരൊക്കെ അവിടെ അവിടെയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് റെഡിയാക്ക്. നമ്മുടെ തവല മീനൊക്കെ അവിടെ വരുന്നുണ്ട്. അവ വയ്ക്കണം, ഇങ്ങോട്ട് വന്നേ, സമയമായി. വേണം ഉണ്ടാക്കാം, ഇപ്പൊ തുടങ്ങുമല്ലോ. പൂവാതിര ഇപ്പൊ തുടങ്ങുമല്ലോ. എന്റെ ഭഗവാനെ, അരങ്ങേറ്റ പറ്റി ഇങ്ങനെ നടന്നാൽ മതി, നമുക്കൊന്ന് കൂടണ്ടേ? പിന്നെ നമുക്ക് തകർത്ത് കളയാം. മറ്റവനില്ലേ കുപ്പിയാ ഒണ്ടടെ അടിച്ച് പിരുത്തുകളെ. ഈ ഫംഗ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ആ ചീഫ് ഗസ്റ്റിനെ നോക്ക്, ഞാൻ ആ റിഹേഴ്സൽ നോക്കിട്ട് വരാം. ആശാനെ മരിച്ചു പാടിക്കോണം, ഇവളുടെ ഡാൻസ് കണക്കാ. ആശാൻ പാട്ട് പാടി വേണം ഓഡിയൻസിനെ വരട്ടാൻ. അളിയാ ഒന്ന് പതുക്കെ പിടി. കൊള്ളാം, നന്നായിരിക്കുന്നു. ആ ഇനി വന്നേ. എന്താ ഇതൊക്കെ വാങ്ങാൻ കാശ് എവിടെ നിന്ന് കിട്ടി? മാല വിറ്റോ? വിറ്റല്ലേ? അയ്യോ കുഞ്ഞെ, നേരം പോവും, ബാക്കിയൂടെ അങ്ങ് തീർക്കാം. ആ ചെല്ലു ചെല്ലു ചെല്ലു. ആ റെഡി. ഇടിമന്നെ ഒന്ന് പതുക്കെ ചാട്, ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പോയല്ലോ. അയ്യോടാ. ആ ഇനിയിപ്പോ ഇതൊക്കെ മതി. ആ പിടി ആശാനെ, ഞാനിപ്പോ വരാ. ഇപ്പൊ വരാം. ഹരിക്കുഞ്ഞ്, എന്താ ആശാനെ? ഇതൊരു ഐശ്വര്യക്കേടാണല്ലോ കുഞ്ഞെ. ഏത്? അരങ്ങേറ്റത്തിന് തൊട്ടു മുമ്പ് ചെലങ്ക പൊട്ടുക എന്ന് പറഞ്ഞാൽ അപശകുനമാണ്. നമുക്ക് ഈ അരങ്ങേറ്റം ഒന്ന് മാറ്റിവെച്ചാലോ? നല്ല ഇടപാടാ. എന്റെ മാനം പോകും ആശാനെ. ആ വിശ്വാനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അയാൾ വന്നില്ല. ഇനിയിപ്പോ ഇവളുടെ ഡാൻസും കൂടി ഇല്ലെന്ന് പറഞ്ഞാൽ വേണ്ട, പൊട്ടിയ ചിലങ്ക വെച്ച് അങ്ങ് അരങ്ങേറിയാ മതി. വയ്യ കുഞ്ഞെ, ഞാനതിനെ കൂട്ടുനിൽക്കില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വേറൊരു ചിലങ്ക കൊണ്ടുവന്നാ. വേറെ ചിലങ്ക എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ പോവാനാ? ഇപ്പൊ തന്നെ സമയം 8:30 കഴിഞ്ഞു, കടയടച്ചു കാണും. ഇത്തിരി വൈകി തുടങ്ങിയാലും കുഴപ്പമില്ല. പൊട്ടിയ ചിലങ്ക കൊണ്ട് അരങ്ങേറാൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിൽ ഒരു ജോഡി ചിലങ്ക ഇരിപ്പുണ്ട്, അത് പോയി എടുത്തോണ്ട് വാ. ശരി, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തു, ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ശരി, ഓക്കെ. ഹരി, അല്പം വൈകിയാലും സാരമില്ല, അധികം സ്പീഡിൽ ബൈക്ക് ഓടിക്കരുത്. നീ വിഷമിക്കാരി, ഞാൻ ഇപ്പൊ ഇനി എത്തത്തില്ലേ. ആ ചെല്ലേ. അന്ന് രാത്രി ഹരിയുടെ ഡെഡ് ബോഡിയാണ് ഞാൻ കണ്ടത്. ആക്സിഡന്റ് ഉണ്ടായ ശേഷം 3 മണിക്കൂറിലധികം ആരും കാണാതെ ഹരി വഴി കിടന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോ പോലും ഹരിക്ക് ജീവനുണ്ടായിരുന്നു. അപകടം ഉണ്ടായപ്പോ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഹരി രക്ഷപ്പെടുമായിരുന്നു ഡോക്ടർമാരെല്ലാം പറഞ്ഞു. അതിനുള്ള സന്മനസ് പോലും ഹരിയെ അപകടപ്പെടുത്തിയ ആൾക്കുണ്ടായില്ല. ആരായിരുന്നു അയാൾ? അറിയില്ല. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനാണ് എന്റെ ജീവിതം തകർത്തത്. അയാളാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു. എന്നാണ് അപകടം ഉണ്ടായത്? 2 വർഷം മുമ്പ് 83 ഡിസംബർ 7-ാം തീയതി. എന്ത് പറ്റി?
സാറേ, അയ്യോ സാറ് എവിടെ പോയാവോ? എന്നാലും പൊന്ന് സാറേ, ഇത് കുറെ കടുപ്പായി പോയി. ഈ കൊടും തണുപ്പത്തിൽ ഇവിടെ ഒന്ന് കിടന്നല്ലോ. സാറേ, 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 സാറേ. എങ്ങനെയുണ്ട് ഡോക്ടർ? നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ആരെങ്കിലും എന്റെ കൂടെ വന്നാൽ കുറച്ച് ടാബ്ലറ്റ്സ് തന്നേക്കാം. അച്ഛാ, എങ്കിൽ ഞാനിവിടെ പോയിട്ട് ആ ഡ്രൈവറെ മരുന്ന് കൊടുത്തയക്കാം. ഉം. എനിക്ക് ആ ഉത്സവ കമ്മിറ്റിക്കാരെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. അവർ കാത്തിരിക്കും. എന്നാ നീ പോയിട്ട് വാ. വരൂ ഡോക്ടർ. വരട്ടെ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇപ്പോഴും ബോധം വീണിട്ടില്ലല്ലോ. അത് സാരമില്ല. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടുള്ള ഒരു മയക്കമാണ്. അത് മാറിക്കൊള്ളൂ. പിന്നെ ഉണർന്നു കഴിയുമ്പോ ആഹാരം ഒന്നും കൊടുക്കണ്ട. വല്ല പാലോ മറ്റോ കൊടുത്താൽ മതി. ഞാൻ വരട്ടെ. എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ചെന്ന് നോക്കുമ്പോഴേ പുറത്ത് അലച്ചേട്ടി കിടക്കുകയല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന്. സാധാരണക്കാരും ഇവിടെ പുറത്ത് നിന്ന് ഉറങ്ങാറില്ലല്ലോ. പിന്നെ എഴുത്തുകാരും സിനിമാ സംവിധായകരും എന്നൊക്കെ പറയുമ്പോ ഒരുമാതിരി വട്ടുകേസാണല്ലോ. പിന്നെ ഞാൻ ഓർത്ത് വല്ല മൂടോ മറ്റോ വരാൻ വേണ്ടി പുറത്ത് നിന്ന് കിടക്കുകയാണെന്ന്. കുഞ്ഞേതേ, ഞാൻ ചെന്ന് തൊട്ട് നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, തീ പോലെ പൊള്ളുന്നു. ഷോ, ഒരു കാറ്റ് ദേ ഇതിലേ വന്നിട്ട് എന്റെ ദേ ഇതിലേ അങ്ങ് പോയി. അഞ്ചരക്കട്ടയ്ക്ക് നീലാംബരി വേണം വെള്ളി വീഴുമല്ലോ. അപ്പുണ്ടാവുന്ന ഒരു അതുപോലെ ഒരു ഇതിലേ. പഞ്ചസാര എവിടെ വെച്ചിരിക്കുന്നത്? പഞ്ചസാര എന്നാ ഇത് ഉപ്പാ. പഞ്ചസാര എവിടെ? ഉപ്പാണല്ലേ? അപ്പൊ പഞ്ചസാര അലമാരി കാണും. പഞ്ചസാര നീല. ഉച്ചയ്ക്കിന്ന് ചാപ്പാടില്ല. ദേ ഇതേ ഉള്ളൂ. എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഡോക്ടറുടെ സ്ട്രിക്റ്റ് ഓർഡറാ. എന്താ, തണുക്കുന്നുണ്ടോ? ഇല്ല. പനിയൊക്കെ പോയല്ലോ. ശ്യാമ പോയിക്കോളൂ. അപ്പുക്കൂട്ടുണ്ടല്ലോ ഇവിടെ. ഈ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു. പാല് കുടിക്കാൻ. നീ വിശ്വന്റെ അടുത്ത് കയറിയോ? ഇല്ല, നല്ല വിശപ്പ്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. വിശ്വൻ എങ്ങനെയുണ്ട്? ബോധം വീണേ പിന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പാവം നല്ല ക്ഷീണമുണ്ട്. അങ്ങേരെന്തിന് ഈ തണുപ്പത്ത് പുറത്തു പോയി കിടക്കാൻ പോയത്? ആവോ, ചോദിച്ചിട്ട് അവൻ ആ കാര്യം ഒരു ഓർമ്മയില്ല. ശ്യാമയുടെ അവളോട് ഞാനവിടെ നിന്നോളാൻ പറഞ്ഞു. ആ അപ്പുക്കുട്ടിനെ കൊണ്ട് എന്തോ ആവാനാ. വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കൂട്ടിക്കോട്ട് വരാമല്ലോ. എടാ, നീ ആ തോമസ് ജോണിനെ വിളിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല, ഓടി ഇങ്ങോട്ട് വരികയൊന്നും വേണ്ടെന്ന് പറയണം. അയാളെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ നമുക്ക്.